കാലവും അനുഭവങ്ങളും മനുഷ്യന്റെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന മനോഹരമായ വരികളുണ്ട്. കുമാരനാശാന്റെ ഒരു വേള പഴക്കമേറിയാൽ ഇരുട്ടും വെളിച്ചമായി വരാം എന്ന വരികൾ ആദ്യ നോട്ടത്തിൽ അസഹ്യവും ഭയപ്പെടുത്തുന്നതുമായി തോന്നുന്ന പ്രതിസന്ധികളും, അതായത് ഇരുട്ട്, സമയവും പരിചയസമ്പത്തും കടന്നു പോകുന്നതിലൂടെ ജീവിതത്തിന് വലിയൊരു വഴികാട്ടിയായി, അതായത് വെളിച്ചം, മാറാമെന്നാണ് ഈ വരികൾ തത്വചിന്താപരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഇരുളടഞ്ഞ മുറിയിലേക്ക് പൊടുന്നനെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ സാധിച്ചേക്കില്ല. എന്നാൽ കുറച്ചു സമയം അവിടെ ചെലവഴിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ ഇരുട്ടുമായി പൊരുത്തപ്പെടുകയും വസ്തുക്കളുടെ രൂപങ്ങൾ വ്യക്തമായി തുടങ്ങുകയും ചെയ്യും. ഭൗതികമായ ഈ പ്രതിഭാസം തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളും കഷ്ടപ്പാടുകളും വിയോഗങ്ങളും തുടക്കത്തിൽ കടുപ്പമേറിയ ഇരുട്ടായി അനുഭവപ്പെടാം. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ആ ഇരുട്ടാണ് നമ്മെ കൂടുതൽ ശക്തരും വിവേകമുള്ളവരുമാക്കുന്നത്. ഏതൊരു പ്രതികൂല സാഹചര്യവും സ്ഥിരമായി അനുഭവിക്കുമ്പോൾ മനുഷ്യൻ അതിനോട് പൊരുത്തപ്പെടാനും ആ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താനും പഠിക്കുന്നു. മാറ്റങ്ങളെ ഭയക്കുന്ന മനുഷ്യന് ഏത് പുതിയ സാഹചര്യവും ഇരുട്ടാണ്. എന്നാൽ അനുഭവങ്ങൾ പഴകും തോറും ആ ഇരുട്ടിൽ നിന്ന് പുതിയ അറിവുകളും തിരിച്ചറിവുകളും രൂപപ്പെടുന്നു. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ലോകത്തെ വൻ ദുരന്തങ്ങളും മഹായുദ്ധങ്ങളും പട്ടിണിയുമെല്ലാം മനുഷ്യരാശിയെ പുതിയ കണ്ടെത്തലുകളിലേക്കും പുരോഗതിയിലേക്കുമാണ് നയിച്ചിട്ടുള്ളത്. ഒരു തലമുറ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ, അതായത് ഇരുട്ടിന്റെ വെളിച്ചത്തിലാണ് അടുത്ത തലമുറ മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ജീവിത തത്വത്തെ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ സംഭവം സത്യവുമാണ്. ജീവിതത്തിലെ പല ഇരുട്ടുകളും കുറച്ചുകാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വെളിച്ചമായി തോന്നാറുണ്ട്. രാത്രി പെട്ടെന്ന് കറണ്ട് പോയാൽ നമ്മൾ ആദ്യം കണ്ണു തള്ളി നിൽക്കും. ഒന്നാമത്തെ മിനിറ്റിൽ കാല് കട്ടിലിന്റെ മൂലയിൽ തട്ടി അമ്മേ എന്ന് നിലവിളിക്കും. എന്നാൽ ഒരു 10 മിനിറ്റ് ആ ഇരുട്ടിൽ തന്നെ നിന്നാലോ, കണ്ണുകൾ താനെ ട്യൂണായി നമ്മൾ ഇരുട്ടിൽ കൂളായി നടക്കാൻ തുടങ്ങും. അതായത് ഇരുട്ട് പഴകിയപ്പോൾ അത് വെളിച്ചമായി മാറാൻ തുടങ്ങി എന്നർത്ഥം. സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ വല്ല പരീക്ഷ തോൽക്കുകയോ ആരെങ്കിലും നമ്മളെ തേക്കുകയോ ചെയ്താൽ അന്ന് ലോകാവസാനമായി, ജീവിതം ഇരുണ്ടതായി എന്നൊക്കെ തോന്നും. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഫേസ്ബുക്കിൽ അവരുടെ പ്രൊഫൈൽ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയും. ഭാഗ്യം, അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവിടെയാണ് അന്ന് ഇരുട്ടായി തോന്നിയത് പിന്നീട് വലിയ വെളിച്ചമായി മാറുന്നത്. 10 കൊല്ലം മുമ്പത്തെ നമ്മുടെ ഫോട്ടോ എടുത്തു നോക്കിയാൽ തന്നെ മതി. അന്ന് നമ്മൾ മാസാണെന്ന് വിചാരിച്ചിട്ട ഡ്രസ്സും മുടിവെട്ടും കാണുമ്പോൾ ഇന്ന് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പഴയ ബെൽബോട്ടം പാൻറ്റും ഹിപ്പി തലമുടിയൊക്കെ. അന്ന് നമ്മളെ ആരും ലൈക്ക് ചെയ്യാതിരുന്നത് ഒരു തരത്തിൽ ലൈഫിലെ വലിയ വെളിച്ചമായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലാവുക. ഒരിക്കൽ നാട്ടിൽ കടുത്ത മഴയും കാറ്റുമുള്ള ഒരു രാത്രി പെട്ടെന്ന് കറണ്ട് പോയി. നാട് മുഴുവൻ കട്ട ഇരുട്ടിലായി. മജീദ് കട്ടിലിൽ പുതപ്പു തലവഴി മൂടി പേടിച്ച് വിറച്ച് കിടക്കുകയാണ്. എന്റെ സുഹൃത്താണ് മജീദ്. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് അവന്റെ ഉമ്മയുടെ വിളി വരുന്നത്. മജീദ്, പുറത്തെ കയറിൽ മഴയത്ത് ഇട്ട തുണികളൊക്കെ കിടക്കുന്നുണ്ട്, വേഗം പോയി എടുത്തു കൊണ്ടുവാ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് മജീദ് പതിയെ പുതപ്പ് മാറ്റി പുറത്തേക്കിറങ്ങി. ആദ്യം കണ്ണടച്ച് ഇരുട്ടിലേക്ക് നടന്നു.
തുടക്കത്തിൽ കാല് മുറ്റത്തെ കല്ലിൽ തട്ടി നെഞ്ചി പടപട ഇടിച്ചു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ ആ ഇരുട്ടുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. ആകാശത്തെ ചെറിയ നക്ഷത്ര വെളിച്ചത്തിൽ ചുറ്റുമുള്ള മരങ്ങളും വഴിയുമൊക്കെ അവന് വ്യക്തമായി കാണാം. തുണിയെടുത്തു തിരിച്ചു പോരുമ്പോൾ പെട്ടെന്നാണ് മജീദ് അയൽപ്പക്കത്തെ കുമാരൻ ചേട്ടന്റെ പറമ്പിൽ ഒരു ചലനം കണ്ടത്. ഒരു കള്ളൻ അവരുടെ ആടിനെ അഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇരുട്ടിൽ കള്ളന് മജീദിനെ കാണാൻ പറ്റിയില്ല. എന്നാൽ ഇരുട്ടുമായി പൊരുത്തപ്പെട്ട മജീദിന് കള്ളനെ വ്യക്തമായി കണ്ടു. മജീദ് ഒറ്റ വിളി, കള്ളൻ, കുമാരൻ ചേട്ടാ കള്ളൻ. നാട്ടുകാരൊക്കെ ഓടിക്കൂടി കള്ളനെ പിടിച്ചു. ആ നാട്ടിലെ ഏറ്റവും വലിയ പേടിത്തൊണ്ടനായ മജീദ് അന്നത്തെ വീരനായകനായി. ആദ്യമൊക്കെ പേടിപ്പിച്ച അതേ ഇരുട്ട് അതിൽ കുറച്ചു സമയം ചെലവഴിച്ചപ്പോൾ മജീദിന് വഴി കാണിച്ചു കൊടുക്കുക മാത്രമല്ല, നാട്ടുകാരുടെ മുന്നിൽ അവന് വലിയൊരു വെളിച്ചമായി വഴിവിളക്കായി അത് മാറുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇരുട്ടും വെളിച്ചവും വിരുദ്ധ ധ്രുവങ്ങളല്ല, മറിച്ച് ഒന്നിന്റെ അഭാവമാണ് മറ്റൊന്ന്. ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളെയും പരാജയങ്ങളെയും വെറുപ്പോടെ കാണാതെ അവ തരുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഏറ്റവും വലിയ പ്രതിസന്ധിയും നമുക്ക് വഴിവിളക്കായി മാറും. കാത്തിരിക്കാനും ശരിയായ രീതിയിൽ നിരീക്ഷിക്കാനും തയ്യാറായാൽ ഏത് വലിയ ഇരുട്ടും ഒടുവിൽ വഴി കാട്ടുന്ന വെളിച്ചമായി മാറുമെന്ന വലിയ തത്വമാണ് മജീദിന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരു വേള പഴക്കമേറിയാൽ ഇരുളും വെളിച്ചമായി വരാം.